أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. സദഖല്ലാഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂനാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുകയില്ല, മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ, വലാ അൻതും ആബിദൂന, നിങ്ങൾ ആരാധിക്കുന്നില്ല, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, വലാ അൻതും ആബിദൂന, നിങ്ങളും ആരാധിക്കുന്നില്ല, മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിന്, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ എനിക്ക് ദീൻ, എൻ്റെ മതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സംബോധിതരായ ആളുകൾ മിക്കവാറും മക്കയിലെ ഖുറൈശികളായിരുന്നു. ഖുറൈശി കുടുംബത്തിൽ ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംബോധിതർ. അവരെയാണ് നബിയെ താങ്കൾ പറയുക, അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്, കൽപ്പനയാണ്. യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിറുകളെ, ഏ സത്യനിഷേധികളെ എന്ന് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുടുംബത്തെ സഫാ കുന്നിന്റെ മുകളിലേക്ക് വിളിക്കുകയും വന്ദിർ അശീറത്തക്കൽ അഖറബീൻ എന്ന സൂറത്ത് ശുഅറായിലെ കൽപ്പന പ്രകാരം അടുത്ത ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും, അബൂലഹബ് തബ്ബല്ലക്ക് എന്ന് പറഞ്ഞതും തബ്ബത്ത് യദാ അബീ ലഹബ് ഇറങ്ങിയതുമൊക്കെ നാം കഴിഞ്ഞ സമയങ്ങളിൽ വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ള കുടുംബം, ആ കുടുംബക്കാരെ ആണ് കാഫിറുകളെ എന്ന് വിളിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇതിനൊരു കാരണം, മക്കയിലെ ഖുറൈശികൾ ഒരു ഫോർമുലയുമായി വന്നു. മുഹമ്മദെ, ഒരു മാസം നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, അടുത്ത മാസം തിരിച്ചുമാകാം. ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീയും ആ കൂട്ടത്തിൽ കുടിക്കും, തിരിച്ച് ഞങ്ങളെ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ ഞങ്ങളും ആ രൂപത്തെ തന്നെ ചെയ്യാം. അങ്ങനെ ഓരോ മാസം നമ്മൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അവര് സ്വന്തക്കാരെടുത്ത് ചെന്നുകൊണ്ട് ആ മാസം നമുക്ക് വേണമെങ്കിൽ ഒരു വർഷമാക്കി തിരിക്കാമെന്നൊക്കെ അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ താങ്കൾ പറയുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിറുകളെ എന്ന് വിളിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നബിയുടെ കുടുംബമാണ് എന്നുള്ളതൊക്കെ ശരി, പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഒരു കുടുംബം എന്നതിലുള്ള ആളുകളെ തന്നെ കാഫിറുകളെ, സത്യനിഷേധികളെ എന്ന് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നബിയെ കുലം മുടിഞ്ഞവനെന്നും വാലറ്റവനെന്നൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അവർ വിളിച്ചിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കാൻ തയ്യാറായിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഓഫറുകൾ പറഞ്ഞിരുന്നു. നിനക്ക് രാജാവാകണമെങ്കിൽ നിന്നെ രാജാവാക്കി തരാം, നിന്നെ ധനാഢ്യനാക്കണമെങ്കിൽ അങ്ങനെ ആക്കിത്തരാം,
നിനക്ക് കുലീനയായ സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്തു തരാനാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന സത്യദീനിനെ പുൽകാൻ അവർ തയ്യാറായില്ല. അപ്പം അത്തരം ആളുകളോട് ഇനി കോംപ്രമൈസിൽ സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോൾ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ എന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞത്, സത്യനിഷേധികളെ. കാരണം അതാണ് സത്യം. സത്യത്തെ നിഷേധിക്കുന്ന ആൾക്കാരോട് പിന്നെ ഒരു മാർദ്ദവമുള്ള രൂപത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. കാഫിറായ ആള്, സത്യനിഷേധിയായ ആള്, അയാളെ സത്യനിഷേധി എന്ന് തന്നെ വിളിക്കണം. ഇനി ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീർത്ത് പറയുകയും നബിയെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും, മറ്റുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നബി കുടുംബത്തിൽ നിന്നാണ് നബിക്ക് കൂടുതൽ ഉപദ്രവങ്ങൾ ഏറ്റിട്ടുള്ളത്. നബിയെ കൊല്ലാൻ തയ്യാറായത് അവരാണ്, നബിയെ അടിച്ചത് അവരാണ്, നബിയെ അധിക്ഷേപിച്ചത് അവരാണ്, വാലറ്റവൻ എന്ന് വിളിച്ചത് അവരാണ്. ആ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ എന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഒരു മാസത്തേക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞല്ലോ. അതിന് ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ദൈവങ്ങളെ, നിങ്ങൾ ദൈവങ്ങളായി എണ്ണുന്ന ഇവയെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. വല അന്തും ആബുദനമാബുദും, ഞാൻ ആരാധിക്കുന്നതിനെ, ഏകദൈവത്തെ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുകയില്ല. അപ്പൊ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുകയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കില്ല. ഇനി നമ്മൾ ഇതുവരെ പോകുന്നത് എങ്ങനെയാണ്? വല അന ആബിദുൻ മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങളൊന്ന് ആരാധന വേറാണ്, ഞാൻ ആരാധന വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോലും, ഒരു നേരം പോലും സത്യനിഷേധികളെ ആരാധിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുകയോ അവയെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അവയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്തുകയോ ചെയ്തില്ല. വലാ അന്തും ആബിദൂന മാ അബ്ദു, ഞാനിപ്പോൾ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് ഏകനായ ദൈവത്തെ, അള്ളാഹുവിനെയാണ്. നിങ്ങൾ ആ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. അതേസമയം മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവർ പറയാറുണ്ട്, ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു. ആരാണ് നിങ്ങളെ പോറ്റി വളർത്തുന്നത് ചോദിച്ചാൽ അള്ളാഹു. ആർക്കാണ് വിധേയം കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചതെന്ന് വെച്ചാലും അവർ അള്ളാഹു എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അവർ ആരാധന നടത്തുന്ന സമയത്ത് അള്ളാഹുവിനെ ഒഴിച്ച് മറ്റൊരുപാട് ദൈവങ്ങളിൽ നിന്ന് അവർ വിളിക്കുന്ന പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവയെ മുഴുവൻ ആരാധിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ എനിക്ക് എൻ്റെ മതം. അപ്പം ആരാധനാ കാര്യത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിച്ചോ, ഞാൻ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കുഫറിൻ്റെ വഴി, എനിക്ക് തൗഹീദിൻ്റെയും ഇഖ്ലാസിൻ്റെയും വഴി. അപ്പം ഈ രൂപത്തിലാണ് ദീനിനെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടത്. അള്ളാഹു ആവശ്യപ്പെട്ടത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കുടുംബമാണ് എന്ന രൂപത്തിൽ അവരോട് പറയാതിരുന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന് ലഭിച്ചിട്ടുള്ള നുബുവത്തിൻ്റെ ഒരു അംശം പോലും കൊടുക്കാതിരുന്നിട്ടില്ല. അള്ളാഹു പറയാത്ത ഒന്നും തന്നെ പ്രവാചകന ഭാഗത്തോളം കൂട്ടി പറഞ്ഞിട്ടുമില്ല. നിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് മതപരമായ ആരാധനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ തന്നെ അവരും നമ്മളും തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതോടുകൂടി സത്യനിഷേധികൾ കൂടുതൽ ബലഹീനരാകുകയും അവരുടെ പാളയത്തിൽ നിന്ന് പലരും ദീനിൻ്റെ മാർഗത്തിലേക്ക് എത്തുകയും പോവുകയും ചെയ്യുകയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ കാഫിറൂൻ സൂറത്ത് അവതരിച്ചതിന് ശേഷം വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ധൈര്യം വരികയും കാഫിറുകൾ എന്ന് വിളിക്കാനുള്ള തൻ്റെ ഇടത്തെ അവരഭിനന്ദിച്ചതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരം അള്ളാഹുവിൻ്റെ ദീനിനെ വിശ്വസിച്ചുകൊണ്ട്, ദീനിൽ വിശ്വസിച്ചത് ഒരു അലങ്കാരവും
ആശ്വാസവുമായി കണ്ടുകൊണ്ട് റബ്ബിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സ്വർഗസ്ഥരാക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.